കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാനക്കയറ്റം നടന്നു. ആ സ്ഥാനക്കയറ്റം ADGP ആയിരുന്ന ശ്രീമാൻ S. ശ്രീജിത്തിൻ്റെ DGP ആയിട്ടുള്ള സ്ഥാനക്കയറ്റമായിരുന്നു. ആ സ്ഥാനക്കയറ്റം നടക്കാൻ സാധ്യതയില്ല എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ സ്ഥാനക്കയറ്റം നടന്നു. ആ സ്ഥാനക്കയറ്റം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രചരണങ്ങൾ നടന്നു. അവസാനം ഹൈക്കോടതി ആ സ്ഥാനക്കയറ്റത്തെ അതിരൂക്ഷമായി വിമർശിച്ചു. എന്തിനായിരുന്നു ഇത്ര, ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു കോടതി ഹറി ബറി എന്നാ ചോദിച്ചു, അൺഡ്യൂ ഹേസ്റ്റ് എന്തിനായിരുന്നു എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. അത് ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ കൊടുത്ത ഒരു കേസാണ്. സുഹൃത്തുക്കളെ, ശ്രീജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കുറേ നാളുകളായി വീഡിയോകൾ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള എൻ്റെ പോരാട്ടം ആരംഭിച്ചത് ഒരു 10-20 വർഷം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീജിത്ത് തന്നെ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, റീലുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിയമവിരുദ്ധമാണ്. പക്ഷേ അതൊന്നും ആരും ചോദിക്കാനും പറയാനും എന്നുള്ള നട്ടലുള്ള ഒരു ആരും കൂടി ഇല്ലാത്തതുകൊണ്ട് അയാളത് തുടരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി സംഭവിച്ചിരിക്കുന്നത് ശ്രീജിത്തിൻ്റെ സ്ഥാനക്കയറ്റത്തെ കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജി A. ബദറുദ്ദീൻ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ്. അവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 10-ാം തീയതി എൻ്റെ കേസ് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അടുത്ത സുഹൃത്തും മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബിൻ്റെ ഉടമയുമായിട്ടുള്ള അതിൻ്റെ എഡിറ്ററുമായിട്ടുള്ള ശ്രീമാൻ ഷാജൻ സ്കറിയ കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങൾക്കുള്ളിൽ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ടു ദ ഹിൽറ്റ് ന്യായീകരിച്ചുകൊണ്ട്, അന്ധമായി ന്യായീകരിച്ചുകൊണ്ട്, അയാളെന്തോ വിശുദ്ധ പശുവും അയാളെന്തോ ഒരു മാലാഖയും പിന്നെ അയാളെന്തോ ഒരു വെള്ളരിപ്രാവുമാണ് എന്നൊക്കെ തോന്നിപ്പിക്കത്തക്ക തരത്തിൽ എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ ഷാജൻ സ്കറിയ 2 വീഡിയോകൾ ചെയ്തിരുന്നു. അതിലൊരു വീഡിയോയുടെ പേര് എനിക്ക് കിട്ടാത്തത് അവനും വേണ്ട, ശ്രീജിത്തിനെതിരെ അജിത്തിൻ്റെ തറക്കളി. അജിത്ത് പറഞ്ഞാൽ MR അജിത് കുമാർ. 2, ഒരു DGPയുടെ അവസ്ഥ ദയനീയം, ഒരാളോടും ആരും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെയാണ് 2 വീഡിയോകൾ ഷാജൻ സ്കറിയ ചെയ്തത്. സുഹൃത്തുക്കളെ, എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ഷാജൻ സ്കറിയ എൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന് മാത്രമല്ല, ഷാജൻ സ്കറിയൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ അങ്ങേയറ്റം സഹായിക്കാൻ രംഗത്ത് വന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. യൂട്യൂബർ എന്ന് ഞാൻ പറയാം, മാധ്യമപ്രവർത്തകനാണ്. എന്നെ കഴിഞ്ഞ 2025 നവംബറിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ എന്നെ ആരും സഹായിക്കാതിരുന്നപ്പോൾ എനിക്ക് പ്രഗത്ഭനായ ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കി തന്നു. അദ്ദേഹത്തിനുള്ള സാമ്പത്തിക സഹായം കൊടുത്തു. അതുപോലെ അല്ലാതെയും എന്നെ സാമ്പത്തികമായി സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് മാധ്യമപ്രവർത്തകനും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് ചാനലായിട്ടുള്ള മറുനാടൻ മലയാളിയുടെ എഡിറ്ററുമായിട്ടുള്ള ഷാജൻ സ്കറിയ. ആ ഷാജൻ സ്കറിയയോട് എനിക്കുള്ള അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടും എനിക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഒന്നുകൂടി റീട്രേറ്റ് ചെയ്യുകയാണ്, ആവർത്തിക്കുകയാണ് ഞാൻ ഇപ്പോൾ. പക്ഷേ എന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഷാജൻ സ്കറിയ സഹായിച്ചു എന്നതുകൊണ്ട് ഷാജൻ സ്കറിയ ഒരു തെറ്റ് ചെയ്താൽ, ഷാജൻ സ്കറിയ ഒരു അബദ്ധം ചെയ്താൽ അത് കാണാതിരിക്കണം എന്ന് എന്നോട് പറയരുത് ദയവ് ചെയ്ത്. അതെനിക്ക് കഴിയില്ല. എൻ്റെ ഏറ്റവും വലിയ ഒരു നേതാവായി, ഒരു ഇതിഹാസ പുരുഷനായും വിപ്ലവ സൂര്യനായും ഞാൻ കാണുന്ന VS അച്യുതാനന്ദനെ പോലും ചില തെറ്റ് വന്ന സമയത്ത് വിമർശിക്കാൻ മടി കാണിക്കാത്തൊരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ, എൻ്റെ സുഹൃത്തുക്കളാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് തെറ്റ് വരുമ്പോൾ വിമർശിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഈ ഷാജൻ സ്കറിയ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ വെളുപ്പിക്കാൻ, വെള്ളപൂശാൻ, കുളിപ്പിച്ച് വെളുപ്പിച്ചെടുക്കാൻ നടത്തിയ നീചവും നികൃഷ്ടവും ഹീനവുമായിട്ടുള്ള ശ്രമം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകും. സുഹൃത്തുക്കളെ, ഈ ഷാജൻ സ്കറിയ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ഈ പ്രവർത്തനത്തിന് പുറകിലുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ നമുക്ക് അത്ഭുതപ്പെടാൻ കഴിയില്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏറ്റവും മാന്യനും സൽഗുണ സമ്പന്നനും ഒരു വലിയ മനുഷ്യനും ഒരു മഹാനും ഒരു ഇതിഹാസ പുരുഷനുമാണ് എന്നൊക്കെയുള്ള നിലയിലാണ് ഈ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഇയാളെ കുറിച്ചിട്ട് പറയും. എന്തൊരു അസംബന്ധവും അബദ്ധവുമാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഷാജൻ സ്കറിയ ഇങ്ങനെ തൻ്റെ വിശ്വാസ്യത നശിപ്പിക്കുന്നത്? കാരണം മറ്റു മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വിമർശിക്കാൻ ധൈര്യപ്പെടാത്ത എത്രയോ വലിയവർക്കെതിരായി
വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഷാജൻ സ്കറിയ. ആ ഷാജൻ സ്കറിയ ഇതുപോലെ തരം താഴ്ന്ന ഒരു മനുഷ്യനെ, പോലീസ് സേനയിൽ ഇത്രയും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ളൊരു മനുഷ്യനെ, പോലീസ് സേനയിൽ നിന്ന് സസ്പെൻഷനിൽ പോയ ഒരു മനുഷ്യനെ ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ ദയനീയമാണ് എന്ന് പറയാൻ മാത്രമേ എനിക്ക് ഇപ്പോൾ ഇവിടെ കഴിയുന്നുള്ളൂ. ഷാജൻ സ്കറിയ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ SP ആയിരുന്ന കാലം മുതൽ ADGP ആയിരുന്ന കാലം വരെ വിവാദങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോയ ഒരു ഉദ്യോഗസ്ഥനാണ് സുഹൃത്തുക്കളെ. ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ, ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു മനുഷ്യൻ പോലീസിന്റെ ഉന്നതങ്ങൾ വേറെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ടോമിൻ തച്ചങ്കരി ഇതുപോലെ DGP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. DGP റാങ്ക് എന്ന് പറഞ്ഞാൽ DGP റാങ്ക്. അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. ഇയാൾക്കെതിരെ അത് മാത്രമല്ല, എത്രയോ ഹീനമായിട്ടുള്ള നീചവും നികൃഷ്ടവുമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടുള്ള ആളാണ് ഇയാൾ. എന്നാൽ വേറെ എത്രയോ ഉന്നതമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ എത്രയോ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അവരൊന്നും പേരുകൾ ഞാൻ പറയുന്നില്ല. അവർക്കെതിരെ എന്തെങ്കിലും ആരോപണം കേട്ടു, അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇയാൾ അങ്ങനെ ആയിരുന്നോ? ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം പറയാം. 2014 ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇയാളെ വെളുപ്പിച്ച് ഇങ്ങനെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് ഇയാളെന്തോ വലിയ ഇതിഹാസ പുരുഷനാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറയാം. 2014 ഇയാൾ സസ്പെൻഷനിലായ ആളാണ്. DIG ആയിരുന്നപ്പോൾ. എന്തിനാണ് DIG ആയിരുന്നപ്പോൾ സസ്പെൻഷനിൽ? നമ്മൾ ഇതൊക്കെ ഷാജനൊന്നും മനസ്സിലാക്കണ്ടേ. അല്ലാതെ ഈ ശ്രീജിത്ത് പറയുന്ന തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങിക്കൊണ്ട് അയാളെന്തോ മഹാനാണെന്നൊക്കെ പറഞ്ഞു പോകരുത്. അതിനെതിരെ വസ്തുതകൾ ഇവിടെയുണ്ട്, തെളിവുകളുണ്ട്, നടപടികളുണ്ട്. ഇപ്പോൾ ഭരിക്കുന്ന UDF സർക്കാർ ഇതിനു മുമ്പ് ഭരിച്ചിരുന്നപ്പോൾ 2014 DIG ആയിരുന്നപ്പോഴത്തേക്കും ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ ഷാജൻ സ്കറിയ പറഞ്ഞ ഈ മഹാനെ സസ്പെൻഡ് ചെയ്തതാണ് ഷാജ. എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? രേഖകളൊന്നും എടുത്ത് നോക്കണം. ഒരു കൃത്രിമ SIM കാർഡ് ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത് മോസ്റ്റ് അൺബിക്കമിങ് ഓഫ് എ സീനിയർ പോലീസ് ഓഫീസർ എന്നാണ്. ഒരു സഹപ്രവർത്തകൻ, ഒരു DYSP ആയിട്ടുള്ള അഭിലാഷ് എന്ന് പറഞ്ഞ ആളെ കൈക്കൂലി കേസിൽ കുടിക്കാൻ ശ്രമിച്ചു ഷാജ. ഇങ്ങനെയുള്ള ആളെയൊക്കെ നിങ്ങളിങ്ങനെ കുളിപ്പിക്കരുത്. മൂന്നാമത്തെ റൌഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വസ്തുക്കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകത്തിൽ വസ്തുക്കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഡീലുകൾ നടത്തി. ഇതായിരുന്നു ആരോപണം. സസ്പെൻഷനിൽ ഇരുന്ന സമയത്ത് അത് വീണ്ടും അന്വേഷിച്ചു. അനന്തകൃഷ്ണൻ എന്നും മനോജ് എബ്രഹാം എന്ന് പറയുന്ന ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള 2 ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു. 4 ആരോപണങ്ങൾ അവർ അന്വേഷിച്ചു. 3 ആരോപണങ്ങൾ സ്റ്റാൻഡ്സ് പ്രൂവ്ഡ്, ഫുള്ളി പ്രൂവ്ഡ് എന്നാണ് ഷാജൻ സ്കറിയ പറഞ്ഞത്. നിങ്ങൾ ഈ രേഖകളൊക്കെ ഒന്ന് വായിക്കണം. ഈ ശ്രീജിത്ത് തരുന്ന മാത്രം എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ളത് കുഴപ്പമാണിത്. 3 allegations സ്റ്റാൻഡ്സ് ഫുള്ളി പ്രൂവ്ഡ് ആൻഡ് 1 പാർഷ്യലി പ്രൂവ്ഡ് എന്നാണ് പറഞ്ഞത്. എന്നാലും ശ്രീജിത്തിനെ തിരിച്ച് ജോലിയിലെടുത്തു. കാരണം ശ്രീജിത്ത് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിശ്വസ്ത വത്സല വിനീത വിധേയനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനായിരുന്നു. അന്ന് എടുത്തപ്പോൾ പറഞ്ഞെന്താണെന്നറിയാവോ ഷാജന് ഇതൊക്കെ ഒന്ന് എവിടെയെങ്കിലും മനസ്സിലാക്കണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് ചാനലാണ് ഷാജൻ്റെ മറുനാടൻ മലയാളി. അതിനകത്ത് പറയുന്നതിനകത്ത് വിശ്വാസ്യത വേണം. അതിനകത്ത് പറഞ്ഞത് ഇതുപോലുള്ള കുറ്റങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കുറ്റമെല്ലാം ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് തന്നെ നിയമവിരുദ്ധമാണ്. ആ പ്രമോഷൻ തന്നെ നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ വേറെ കേസുകളുണ്ട്. ആ കേസുകളൊക്കെ അട്ടിമറിച്ച് രാഷ്ട്രീയ സ്വാധീനത്തിന്മേലാണ് ഇയാൾ പ്രമോഷൻ കിട്ടി വന്നിട്ടുള്ളത്. ഷാജൻ എന്താണ് ഇതൊക്കെ ഇങ്ങനെ മറന്ന് ഇങ്ങനെ ഉറക്കം നടിക്കുന്നവരുടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ടൈറ്റസിന് പറഞ്ഞിട്ട് വിദേശത്ത് കൊണ്ടുപോയി അവിടെ ജയിലിലടച്ചു. അത് അന്വേഷിച്ചത് വിൻസെന്റ് പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥൻ. ആ അന്വേഷണം ഇയാൾ എങ്ങനെ അട്ടിമറിച്ചെന്നറിയാവോ? ഈ വിൻസെന്റ് പോളിനെക്കാളും താഴ്ന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അട്ടിമറിച്ചു. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ സഹായിക്കാനുണ്ടായിരുന്നു ഷാജ. പിന്നെ വേറെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതൊക്കെ ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാനനഷ്ട കേസിൽ കിടക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ ഹീനമാണ്. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കുമ്പോൾ ഷാജൻ മൂക്കത്ത് വിരൽ വയ്ക്കുമെന്ന് മാത്രമേ എനിക്ക് ഷാജനോട് പറയാനുള്ളൂ. ഇനിയിപ്പോൾ പുതുതായിട്ട് വന്ന കേസുകൾ എന്താ? ഷാജൻ പറയുന്നുണ്ടല്ലോ ഒന്നുമില്ല, ഒരു കേസുമേ ഇല്ല എന്നാണല്ലോ ഷാജൻ പറയുന്നത്. പച്ചക്കള്ളവും നട്ടാക്കുരുക്കാത്ത നുണയാണ് ഷാജൻ. 2 ബോഡി ബിൽഡർമാരെ, ഒരു ചിത്രേഷ് നടേഷനും ഒരു ഷിനു ചൊവ്വ എന്ന് കണ്ടു പറഞ്ഞ് 2 ബോഡി ബിൽഡർമാരെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ ഷാജൻ കുളിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഈ വെള്ളരിപ്രാവായിട്ടുള്ള ശ്രീജിത്ത് അവർക്ക് SI നിയമനം കൊടുത്തു. ഇപ്പോൾ ബോഡി ബിൽഡർമാർക്ക് SIമാരാവുകയാണെങ്കിൽ നാളെ ശരീര സൗന്ദര്യ മത്സരത്തിൽ വിജയിക്കുന്ന മിസ് ഇന്ത്യക്ക് നാളെ വേണമെങ്കിൽ SI പോലീസിൽ സ്ഥാനം കിട്ടാനൊക്കെ പറ്റുമല്ലോ.
അത് കോടതിയിൽ വന്നു. ഹവീൽദാറന്മാരെ എടുത്തതിൽ അഴിമ നടന്നു, അത് കോടതിയിൽ വന്നു. അത് കോടതി കൊണ്ടുവന്ന ഏതോ ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ട് ഷാജൻ എന്തൊക്കെ പറയുന്നത് കേട്ടു. അയാൾ എങ്ങനത്തെവനാണെന്നൊന്നും എനിക്ക് വകുച്ചേണ്ട കാര്യമില്ല. അയാൾക്ക് ചിലപ്പോൾ സ്ത്രീത്വമായിട്ട് പ്രശ്നമുള്ളവനായിരിക്കാം. പക്ഷെ അയാൾ ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ ശരിയാണോ? അതിൻ്റെ ഫയലുകൾ മുഴുവൻ ജസ്റ്റിസ് ബദറുദ്ദീൻ എടുത്തിട്ട് ഇപ്പം പിന്നെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ആ രേഖകൾ തെറ്റാണെന്ന് ഗവൺമെൻറ് വാദിച്ചിട്ടുണ്ടോ ഷാജ കോടതിയിൽ? ഇല്ലല്ലോ. പിന്നെ വിദേശത്ത് പോയി ഒരു പരിപാടി പങ്കെടുത്തു, അതാണ് ഷാജൻ പറയുന്നത്. വേറൊരു കാര്യം, വിദേശത്ത് അനുവാദം മേടിച്ചാൽ പോയെന്നാണ് പറയുന്നത്. അനുവാദം മേടിച്ച് പോകാൻ പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ പോയി ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ ഷാജ? ഒരു ADGPക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ആ സ്വകാര്യ ചടങ്ങ് നാളെ ഒരു കേസുമായിട്ട് ADGPയുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പക്ഷപാതപരമായി പ്രവർത്തിക്കേണ്ടി വരില്ലേ? അവിടുത്തെ ഒരു ആയുർവേദ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിലാണ് പോയി പങ്കെടുത്തത്. പാടുണ്ടോ? ഒരു ADGP അങ്ങനെ പങ്കെടുക്കാൻ പാടുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഷാജൻ ഇങ്ങനെ നട്ടാക്കുരുക്കാത്തെന്നോണ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം. എന്താണ്? പോലീസ് വേഷത്തിൽ അവിടെ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് ആരോപണം. പോലീസ് വേഷത്തിൽ പങ്കെടുത്തു എന്ന് ആരോപണം ഇല്ല. പോലീസ് വേഷത്തിലല്ല പങ്കെടുത്തത്. പക്ഷേ പോലീസ് വേഷത്തിലുള്ള ശ്രീജിത്തിൻ്റെ ഫോട്ടോ ആ ആയുർവേദ സ്ഥാപനം അവരുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരസ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. അതിൻ്റെ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അയാൾക്കെതിരെ വന്ന ആരോപണങ്ങൾ. ആ ആരോപണം കൊടുത്ത ദിവിൻ ഇടവെണ്ണ എന്ന് പറഞ്ഞ ആളെ ഷാജൻ ഒരുപാട് വിമർശിക്കുന്നുണ്ട്. വിമർശിക്കാൻ കുഴപ്പമില്ല, അയാൾക്ക് ശ്രീജിത്തുമായിട്ട് പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷേ അയാൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ച ഈ കാര്യങ്ങൾ ശരിയല്ലേ ഷാജ? അത് തെറ്റാണെന്ന് ഷാജന് വാദമുണ്ടോ? ഇല്ല. ഈ ബോഡി ബിൽഡർമാരെ SIമാരായിട്ട് എടുത്തത് തെറ്റിപ്പോയി, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ശ്രീജിത്താണെന്ന് കേസ് കൊടുത്തത് ഞാനാണ്, പൊതുപ്രവർത്തനായിട്ടുള്ള KM ഷാജാൻ. അത് തെറ്റാണെന്ന് ഷാജന് വാദമുണ്ടോ? ഇല്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ കേസ് അവിടെ കിടക്കുമ്പോൾ ആ കേസിന്മേൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം 2 ആഴ്ചക്കുള്ളിൽ അറിയണമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ് അത് പെൻഡിങ്ങിൽ കിടക്കുമ്പോൾ ഇയാളെ DGP ആയി നിയമിക്കുകയാണ് ഷാജ. അത് ശരിയാണോ? അതാണ് ജഡ്ജ് ബദറുദ്ദീൻ ചോദിച്ചത്. ഇതൊന്നും ഷാജൻ്റെ വീഡിയോയിലില്ല. ഷാജൻ ഇങ്ങനെ കിടന്നങ്ങ് വൈകാരികമായി പോരുത്, അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അതൊക്കെ പൊട്ട തെറ്റാണ്. എന്താണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചത്? ഇയാൾക്കെതിരായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷിക്കുന്ന സർക്കാർ വിജിലൻസ് അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഷാജന് ഇതൊന്നും അറിയില്ല. കാരണം ഷാജന് ഈ ശ്രീജിത്ത് എന്തെങ്കിലും കൊടുത്താൽ അത് ബൈബിളാണ്, അത് നോക്കി ഷാജൻ അങ്ങ് വായിക്കും, അത്രേ ഉള്ളൂ. ഈ ദിവിൻ ഇടപെടൽ കൊടുത്ത കേസിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയെന്നും അതിൽ അന്വേഷണം നടത്തുന്നതാണെന്നും പറഞ്ഞിട്ട് സ്റ്റേറ്റ് വിജിലൻസ് കോടതിക്ക് അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഷാജ. അത് കോടതിയുടെ ഇടക്കാല റിപ്പോർട്ടിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സർക്കാരിൻ്റെ വിജിലൻസ് തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ തന്നെ വേറൊരു കേസ് കോടതിയിൽ നിൽക്കുമ്പോൾ, ആ 2 കേസ് നിൽക്കുമ്പോൾ ഇയാളെ എങ്ങനെയാണ് ഷാജ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് കോടതി ചോദിച്ചത്. അതാണ്. പക്ഷേ ഷാജൻ അതൊന്നും കാണില്ല. ഷാജൻ എന്തോ അന്ധമായ വിധേയത്വമാണ് ശ്രീജിത്തിനോട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ആരോപണങ്ങളൊക്കെ കേൾക്കുന്നത് ഷാജനെ അയാൾ എന്തോ സൈബർ ഓപ്പറേഷൻസിൻ്റെ ചുമതലയായിരുന്നപ്പോൾ കൈയച്ച് സഹായിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും 10-100 ചില്ലാനം കേസ് ഷാജനെതിരെ ഉള്ളിടത്ത് ഒരു തവണ മാത്രമാണ് ഷാജൻ ഒന്ന് ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നാൽ അവിടുന്ന് ജാമ്യം കിട്ടി. മറ്റുള്ള അവസരങ്ങളിലെല്ലാം ഷാജൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു. ഷാജനെ അറസ്റ്റ് ചെയ്യാതെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് MR അജിത് കുമാറാണെന്ന് ഇയാളാണ് ആരാ പറഞ്ഞത്? PV അൻവറാണ് പറഞ്ഞത്. ഇപ്പോൾ ഷാജനെ MR അജിത് കുമാറിനെ കണ്ടാൽ ഇപ്പോൾ വലിയ ചതുർത്ഥിയാണ്. MR അജിത് കുമാർ ഷാജനെ അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടുത്തിയെന്ന് PV അൻവറാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുതകൾ. എന്നിട്ട് ഷാജൻ അങ്ങ് ഇയാളെ DGP ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് നിലവിട്ട് ഷാജൻ പലരെയും വിളിച്ചിട്ട് ഞാനാണ് അയാളെ DGP ആക്കിയതെന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പം എന്തായി ഷാജ കാര്യം? ഇപ്പം എന്തായി? 10-ാം തീയതി കേസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഷാജൻ പറഞ്ഞ വേറൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് പാലത്തായി പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ കേസിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്നാണല്ലോ ഷാജൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല എന്നാണ് എൻ്റെ ബോധ്യം. ആ ബോധ്യം അവിടെ ഇരിക്കട്ടെ ഷാജ. ആ കേസിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് സംബന്ധിച്ച് ആ തലശ്ശേരി കോടതിയിൽ ഒരു വനിതാ ജഡ്ജ് ഈ പാലത്തായിലെ ഈ 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചവന് മരിക്കുന്നിടം വരെ ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിധിന്യായം വെച്ചുകൊണ്ട് ഷാജൻ്റെ ഈ വാദങ്ങളെ പൊളിക്കുന്നൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പം മാറ്റി വെച്ചിരിക്കുകയാണ്. ഷാജൻ അവിടെയും പറയുന്നുണ്ട് ഇയാളൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ അവിടെ കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല.
അതുകൊണ്ട് ഷാജൻ ഈ ശ്രീജിത്തിനെ നടത്തുന്ന ഈ വെള്ളപൂശൽ ശ്രമം ഉണ്ടല്ലോ, അത് വൃഥാവിലാവും. ഷാജൻ്റെ ചാനലിൻ്റെ വിശ്വാസ്യത പോകും. BJP-ക്കാരെ ചിലപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുറേ വ്യൂവർഷിപ്പ് ഇട്ട് അവർക്ക് പോലും ഇയാളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. അത്രയ്ക്ക് അഴിമതി ആരോപണങ്ങൾ നേരിട്ടുള്ള ആളാണ് ഇയാൾക്ക് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അത് അതാത് കാലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലി തിരുമുന്നത് കൊണ്ടാണ് എന്ന് ഷാജൻ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഷാജനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നല്ല കാര്യമല്ല. ഷാജൻ ഒരു 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 ഫൈറ്ററായിട്ടുള്ള ഒരു യൂട്യൂബറല്ലേ, ഒരു മാധ്യമപ്രവർത്തകനല്ലേ. എന്തിനാണ് ഇതുപോലെ കറപ്റ്റായിട്ടുള്ള ഈ കറുത്ത പുള്ളികൾ മാത്രമുള്ള ഒരുത്തനെ ന്യായീകരിച്ച് ഷാജൻ എന്തിനാണ് ഇങ്ങനെ മോശമാകുന്നത്? ഞാൻ പോസിറ്റീവായിട്ടാണ് ഷാജനോട് പറയുന്നത്. ഷാജൻ അങ്ങനെ മോശമായി പോകരുത്. ഷാജൻ ഈ സമൂഹത്തിൽ നിന്ന് സമരം നടത്തണം, പോരാട്ടം നടത്തേണ്ട ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഷാജൻ അങ്ങ് വിവസ്ത്രനായിപ്പോയി എന്ന് പറയാതെ വയ്യ. ശ്രീജിത്ത് തന്ന എന്തോ വാറോലകളൊക്കെ എടുത്തു വെച്ച് ഷാജൻ അങ്ങ് വായിച്ചിട്ട് അത് മുഴുവൻ ശരിയാണ് എന്ന് ഷാജൻ അങ്ങ് ധരിച്ചു വശായി. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഈ ശ്രീജിത്ത് ഷാജനെ വിളിച്ചിട്ട് ഷാജ അങ്ങനെ ചെയ്യും, ഷാജ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷേ ഷാജൻ അയാൾ തന്നാൽ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. കോടതിയാണ് അയാളെ എടുത്തിട്ട് അലക്കിയത്. ഇനി 10-ാം തീയതി എന്താ സംഭവിക്കാൻ പോകുന്നത് ഷാജൻ കണ്ടോ? ഷാജൻ ഇയാൾ DGP ആയി കഴിഞ്ഞപ്പോൾ വലിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു. ഷാജൻ ചിലരുടെ അടുത്തൊക്കെ വിളിച്ചിട്ട് ഞാനാണ് അയാളെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെളുക്കാൻ തേച്ചത് പാണ്ടാകാൻ പോവുകയാണ്. ഷാജന് തലേ തുണിയിട്ട് നടക്കേണ്ടി വരും. 10-ാം തീയതി കഴിയുമ്പോൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഷാജൻ്റെ യൂട്യൂബിൻ്റെ ഈ നിലയും വിലയും കളയരുത്, വിശ്വാസ്യത കളയരുത് എന്ന് മാത്രമേ എനിക്ക് ഷാജനോട് പറയാനുള്ളൂ. പാലത്തായി സംബന്ധിച്ച് ഷാജന് വേറെ മറുപടി ഞാൻ തരുന്നുണ്ടൊരു വീഡിയോയിൽ. അത് ആ വിധിന്യായം കൂടെ വെച്ചിട്ടായിരിക്കും തരിക. അതിന് ഷാജൻ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ സൂചിപ്പിക്കാനുള്ളൂ.